മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, വർഷങ്ങളോളം തങ്ങളുടെ അധികാരത്തിൻ്റെയും സൃഷ്ടിച്ചെടുത്ത നിയമസംഹിതകളുടെയും പരിധിയിൽ നിന്നിരുന്ന ഒരു ജനം ഒരു സുപ്രഭാതത്തില് ഒരു ചെറുപ്പക്കാരൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അവൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിലേക്ക് ചേക്കേറുന്നത് കണ്ട് അതിൽ അസൂയപ്പെട്ടിട്ടാണ് യഹൂദരും ഫരിസേയരും ഈശോയെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. തൻ്റെ കസാര നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ പീലാത്തോസും അതിന് കൂട്ടുനിൽക്കുന്നു. അധികാരത്തിനും പണത്തിനും സ്ഥാനമാനങ്ങൾക്കുമെല്ലാം മോഹിച്ചുകൊണ്ട് നെട്ടോട്ടുമോടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അധികാരത്തിൻ്റെ യഥാർത്ഥ മുഖം സേവനമാണെന്ന് വസ്തുത. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു തന്നിട്ടുള്ള പാപികളോടും രോഗികളോടും വേദനിക്കുന്നവരോടും കരുണ കാട്ടണം, അവരെ സഹായിക്കണം, അവരോടൊപ്പമായിരിക്കണം എന്നുള്ള ആ മനോഭാവം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് സേവനത്തിന്റെ മാതൃക നൽകിയ ഈശോയുടെ മാതൃക നമുക്കും പിടിച്ചെല്ലാം. നോമ്പ് കാലഘട്ടത്തിലായിരിക്കുന്ന, നോമ്പിന്റെ ചൈതന്യത്തിലായിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും പദവികളും സ്ഥാനമാനങ്ങളുമെല്ലാം അപരന്റെ നന്മയ്ക്കായും അവന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ നോമ്പിന്റെ ചൈതന്യത്തില് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കട്ടെ. ആമേൻ.